രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രരായി നിൽക്കാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ നമുക്കങ്ങനെ തള്ളിക്കളയാനൊന്നാവില്ല. ഒരു ചെറിയ ശതമാനമെങ്കിലും അങ്ങനെ ഒരു സാധ്യതയും നമുക്ക് വേണമെങ്കിൽ കൽപ്പിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അത് UDF വോട്ടിൽ ഒരു വിള്ളൽ വീഴ്ത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? അത്തരമൊരു സ്വാധീനം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടോ ഇപ്പോൾ? അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. രാഹുൽ ഒരിക്കലും ഒരു UDFന്റെ മറികടന്നുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുമെന്ന് നമുക്ക് ഒരു വിദൂര സാധ്യത പോലും ഞാൻ കാണുന്നില്ല. കാരണം അത് ഏറ്റവും കൂടുതൽ ഷംലി പറഞ്ഞ പോലെ തന്നെ അത് കോൺഗ്രസിനെ തന്നെയായിരിക്കും ക്ഷീണിപ്പിക്കുക. അപ്പോൾ അത്തരമൊരു നിലപാടിലേക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പോകില്ല എന്നുള്ളത് തന്നെയാണ് കരുത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന പോലെയല്ല ഇപ്പോഴത്തെ സാഹചര്യം. അദ്ദേഹം നേരിട്ടിട്ടുള്ള ഈ ലൈംഗിക പീഡന കേസുകളിൽ അദ്ദേഹം ആരോപിതനായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതെല്ലാം വലിയ ചർച്ചയായി മാറും. അതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് വേണം കോൺഗ്രസ്സുകാർക്ക് വോട്ട് തേടി പോകാൻ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങളുണ്ടാകും, അതിന് മറുപടി പറയേണ്ടി വരും. അപ്പം അതിനിടയിൽ ഏറ്റവും നല്ല മറ്റ് ഏതെങ്കിലും തരത്തിൽ ആരോപണ വിധേയരല്ലാത്ത തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയാലാണ് ഇതിലൊരു നല്ലൊരു ഫൈറ്റ് കൊണ്ടുവരാൻ കഴിയുള്ളൂ. BJPയുടെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർ 3 ടേമായി തുടർച്ചയായിട്ട് BJP നഗരസഭ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് അവരുടെ മറ്റ് പഞ്ചായത്തിൽ, സമീപ പഞ്ചായത്തിൽ കൂടി അവരുടെ വോട്ടിൻ്റെ ഷെയർ അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തണം. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊന്നും വരാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല.